ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കേക്ക് വ്ളോഗുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടോൾ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2 kg വെയിറ്റ് വരുന്ന ടോളായിട്ടുള്ള ഒരു ഹോളി കമ്മ്യൂണിയൻ തീം കേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റെഫറൻസ് പിക്ക് അവർ തന്നിരുന്നു, അതിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് 6 ലെയറായിട്ട് 7 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന ബേസ് 10x10 1.5 kgയുടെ ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ടോൾ കേക്കായിട്ട് ചെയ്യുമ്പോൾ 3 ലെയർ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്ക് കുത്തി കൊടുക്കണം. ചെറിയൊരു ബേസ് കട്ട് ചെയ്ത് കൂടെ വെച്ചാൽ നല്ല സേഫ് ആയിട്ടിരിക്കും. പിന്നെ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞിട്ട് വലിയ ഒരു സ്റ്റിക്ക് നടുവിലൂടെ കൊടുത്താൽ നല്ല സേഫ് ആയിട്ടിരിക്കും. പിന്നെ ഒരു 4 മണിക്കൂറോളം നന്നായിട്ട് തണുപ്പിക്കുക. അതിനുശേഷം മാത്രം ക്രം കോട്ടിങ് കൊടുക്കുക. ക്രം കോട്ടിങ്ങിന് ശേഷം 4 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം ഫൈനൽ കോട്ട് കൊടുക്കുക. ഫൈനൽ കോട്ട് ഏറ്റവും നീറ്റായിട്ട് പറ്റാവുന്നത്ര ചെയ്തെടുക്കുക. പിന്നെ ഫ്രഷ് ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ജിപ്സമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് വാടാത്ത ടൈപ്പ് ഫ്ലവറാണ് ജിപ്സം, അതുകൊണ്ട് തന്നെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടോപ്പേഴ്സ് എല്ലാം തന്നെ പ്രത്യേകം പറഞ്ഞെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അത് ഓരോ നാട്ടിലും ഓരോ റേറ്റ് ആയിരിക്കും. എന്തായാലും ഒരു 250 അറൗണ്ടായിട്ട് അതിന് റേറ്റ് വരും. നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. ഏത് രീതിയിൽ പറഞ്ഞാലും അവർ ചെയ്തു തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6 കപ്പ് കേക്കിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. വാനില കപ്പ് കേക്ക് വിത്ത് ഫ്രോസ്റ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് പോപ്സും സിക്കിൾസും എല്ലാം വൈറ്റ് തീമിലാണ് അവർ പറഞ്ഞിരുന്നത്. ബാപ്റ്റിസം അല്ല ഹോളി കമ്മ്യൂണിയൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ടുള്ളത് ഒരു സ്ക്വയർ കേക്കാണ്. ഈ ഒരു പാറ്റേണിലുള്ള കേക്ക് ഞാൻ ഒത്തിരി പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പാറ്റേണാണ് ഇത്. ഇതും രണ്ടാമത്തെ 1 kg കേക്ക്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു സ്പൈഡർമാൻ കേക്കാണ്. സ്പൈഡർമാൻ കേക്കും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഒന്നുമില്ല, നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രിൻസ് നമുക്ക് വാങ്ങിക്കുക. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതെപ്പോഴും നമുക്കും അവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രിൻസ് വെച്ച് ചെയ്യുന്നത്. എന്നാൽ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് വീണ്ടും ഒരു 1 kgയുടെ സ്ക്വയർ കേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പാറ്റേൺ ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. ഇതാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. ഈ ഒരു 4 കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.